വയനാട് പ്രകൃതി ദുരന്തമുണ്ടായ ഉടനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വാക്കായിരുന്നു മൃതശരീരങ്ങൾ കുന്നുകൂടുകയാണ്. അതിൻ്റെ മയ്യത്ത് പരിപാലനത്തിനായി, മൃതശരീരത്തിൻ്റെ സംസ്കരണത്തിനായി ആളുകൾ എത്തുക എന്നത് ഒരു അറിയിപ്പായി വന്നിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഒരു പ്രേരണയുമില്ലാതെ സ്വയം സന്നദ്ധനായി പോയ നമ്മുടെ ഷംസുമാഷാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം വാഴമ്പുറം സ്വദേശിയാണ്, കപ്പടം സ്കൂളിലെ അധ്യാപകനുമാണ്. വാഴമ്പുറം ഷംസുമാഷും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവിടെ എത്തുകയും തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പല മൃതദേഹങ്ങളും പുറത്തെടുക്കുകയും അങ്ങനെ മൃതശരീരങ്ങൾ തിരയുന്നതിനിടയ്ക്കാണ് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ കൈ കിട്ടുന്നത്. സ്വർണ്ണാഭരണം ഉത്തരവാദപ്പെട്ടവരെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുകയും അങ്ങനെ ഹീറോ ആയിത്തീർന്ന മാഷാണ് എന്നോടൊപ്പം ഉള്ളത്. എന്താണ് അങ്ങനെ ഒരു ഇതിന് പോകാനുണ്ടായ ഒരു കാരണം, ഒരു പ്രേരണ എന്തായിരുന്നു? ഈ ദുരന്തം അറിഞ്ഞ ഉടനെ ഞാൻ മാത്രമല്ല പോയത്. എൻ്റെ കൂടെ പൊന്നങ്കോടുള്ള നിലാല അമീർ, അതുപോലെ തന്നെ ബിഷർ, വാഴമ്പുറത്ത് നിന്ന് സിദ്ദിഖ് പാറശ്ശേരി, അഷ്റഫ് വാഴമ്പുറം, റിയാസ് നാലകത്ത്, യൂസഫ് പാലക്കണ്ണി, അബ്ദുള്ള ഇർഷാദി, ഷിഹാബ് തുടങ്ങിയ എൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങൾ വാഴമ്പുറം മഹലുമായി ബന്ധപ്പെട്ട് ഇവിടെ മയ്യത്ത് പരിപാലനത്തിനും കബറ് കുഴിക്കുന്നതിനുമൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന സേവന പ്രവർത്തനങ്ങളിലെ ആ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. ഈ വിഷയം കേട്ടപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന സഹായം അവിടെ എത്തിക്കുക, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണോ അത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ വളരെ വേഗം തന്നെ ഇവിടുന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിച്ചത്. കൊണ്ടേക്ക് സ്കൂളിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ മൊത്തം നിരന്ന് കിടക്കുകയാണ്. ഒന്നുമില്ല, ഒരു വീടും പോലും കല്ലിന്മേൽ കല്ല് പോലും അവശേഷിക്കാത്ത തരത്തിൽ തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൃതദേഹം രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കിന് ചെറിയ മണം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇത് വലിച്ചു നീക്കി നോക്കിയപ്പോൾ അവിടെ ഒരു ബാഗ് കണ്ടു. ഒന്ന് രണ്ട് ബാഗുകൾ കണ്ടു. അപ്പോൾ ഒരു ബാഗിനകത്ത് നിന്ന്, ഞാനിപ്പോഴും ഓർക്കാണ്, ജെയ്സൺ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ ബാഗിനകത്ത് നിന്ന് ആണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത്. അദ്ദേഹത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഈ ബാഗിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ബാഗിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ, അതായത് ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം കിട്ടി. മറ്റൊരു ബാഗിൽ നിന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ആ പുഞ്ചിരിമട്ടത്തുള്ള പള്ളിയിലെ ഖത്തീബായിരുന്ന ആ ഉസ്താദിൻ്റെ ബാഗായിരുന്നു അത്. അതിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഉള്ളത് കാരണം നമ്മളത് കാര്യമാക്കിയില്ല, അത് ഒഴിവാക്കി. ഈ സ്വർണ്ണാഭരണം കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തന്നെ ഏൽപ്പിക്കണം എന്ന് തോന്നി. കാരണം എല്ലാ സന്നദ്ധ പ്രവർത്തകരും 100% ആത്മാർത്ഥമായി തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് ഒരു പക്ഷേ ഈ സാമ്പത്തിക ലക്ഷ്യം മോഹിച്ച് അവിടെ പോകുന്നുണ്ടാകാം. കാരണം അതാണല്ലോ ഇപ്പോൾ ഇന്നലെ മിനിയാന്നും ഒക്കെ ആയിട്ട് പോലീസുകാർ അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. താഴെ പോയി ഒരു 3 കിലോമീറ്ററോളം താഴേക്ക് നടന്നിറങ്ങി ഇത് നമ്മളെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുക എന്നുള്ള ആ ഒരു ദൗത്യമാണ് ഞങ്ങൾ ചെയ്തത്. ആ ഒരു വിഷമത്തിനിടയിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം തോന്നി. കാരണം അതിലുണ്ടായിരുന്നത് 2 വലിയ മാലകൾ, അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ്, ഒരു 2 വളകൾ. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു ഒരു 4-5 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട ആൾക്ക്, അയാളുടെ കുടുംബത്തിന് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ആശ്വാസമായിരിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. ട്രഡിഷൻ, ട്രെൻഡിങ്.